നാട്ടിലെവിടെയാണ് ഞങ്ങൾ താണ്ട് എവിടെയാണ് എത്തിയിരിക്കുന്നത്? ക്രുവയിലാണ് എത്തിയിരിക്കുന്നത്. ക്രുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓൾഡ് ബസാർ, ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. സോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. സിറ്റിയുടെ വശ്യ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. ഗൈസ്, ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് അൽബേനിയയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ടൗണാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ക്രൂവെ ബസാർ അല്ലെങ്കിൽ ക്രൂവെ ബസാരി എന്നൊക്കെ പറയും. ഇത് ആക്ച്വലി ഇതിൻ്റെ പഴക്കം നോക്കുകയാണെങ്കിൽ ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഗൈസ് ഈ ഒരു ടൗണിന്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ദാണ്ട് ഇതിൻ്റെ ഇത് നിർമ്മിച്ചേക്കുന്നത് ഈ പേപ്പിൾ സ്റ്റോൺസ് കൊണ്ടിട്ടാണ് ഇതിൻ്റെ ഫ്ലോർ കംപ്ലീറ്റ് നിർമ്മിച്ചേക്കുന്നത്. ആൻഡ് ഇവിടെ കളർഫുള്ളായിട്ടുള്ള 200ഓളം ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇവർ വിൽക്കുന്നത് സിൽവർ, അതേപോലെ തന്നെ ആൻറ്റിക് കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴയ ഇതിൻ്റെ പഴമ മാക്സിമം നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ടൗണാണ് ഈ ക്രുവെ ബസാരി എന്നുള്ളത്. ഇത് കം ഹിയർ, ഒരപ്പൂപ്പൻ കം ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാവ്, ഒരുപാട് പഴയ സാധനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മദർ തെരേസ ഗൈസ്. നോ, മലയാളം. Yeah, beautiful. Yes, det är filigram silver handmade Korea. Wow. Filigram. Beautiful. Yeah, it is. Handmade. Old coins, right? Yes, sir. Roman Byzantine. Roman. Yes. Roman coins ആണ് നമ്മൾ ഈ കാണുന്നത്. Then ഇവിടെ ukulele. Instrument very old. New. ഇത് new instruments and this is old instrument and this one is also old, right? Yes. Oh guys, ഇവിടെ തോക്കൊക്കെ ഉണ്ട് guys. പിസിയോൾട്ട്. wow, പിസിയോൾട്ട് എന്നാണ് ഇതിന്റെ പേര്. വേറെന്തെങ്കിലും ആയിരിക്കും ഇത്. 300 years old. 300 years old. Yes. wow, 300 വർഷം പഴക്കമുള്ള തോക്കാണ് നിങ്ങളീ കാണുന്നത്. അപ്പം അവൻ എനിക്ക് തോക്ക് പിടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി തോക്കിൻ്റെ അറ്റം എന്താ ഇവിടെയാണ് ഗൈസ്. ഇതെങ്ങനെ ഉന്നം വെച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടത്തെ ആളുകൾ. ബട്ട് ഇറ്റ്സ് ടു ഹെവി. ബ്യൂട്ടിഫുൾ. ഈ കടയിൽ നിന്ന് ഇറങ്ങാം, ബിക്കോസ് അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിർത്തുമെന്നും അറിയത്തില്ല. സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. താങ്ക് യു. ഒരു അൽബേനിയൻ ചേച്ചി കടയിലോട്ട് വിളിച്ച് കേട്ടിട്ടുണ്ട് അവരുടെ കട കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു അവർക്ക് എന്നോട് കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. എന്നെന്താ ചെയ്യാം? ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കാശ്മീരിലെ ഷോളാണെന്നാണ് ഞാൻ വെച്ച് പറയുന്നത്. കാശ്മീരിലെ ഷോളാണ്. ഞാൻ മടക്കി കൊടുക്കാം. അങ്ങനെയെങ്കിലല്ലേ ഈ കടയിൽ നിന്ന് പറഞ്ഞു വിടട്ടെ. പൊവച്ചോളാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചി പറഞ്ഞല്ലേ, ഞാൻ സോറി, ഞാനെല്ലാം തള്ളിപ്പോ. പൊതിച്ചിട്ടുണ്ട്. तेरे हाथ में तेरे जात में तेरा नन्नत. ഇല്ല, ഇവിടെ കൊണ്ട് നല്ലതാണ്. സോറി പോയി. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ പൈസ വെച്ചിട്ട് മതി. ഞാൻ മട. ഇവര് ഭയങ്കര സംഭവമാണ്.
ഓ ഈ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ ഗൈസ്, ഈ അപ്പച്ചൻ ഈ കടയിലോട്ട് വിളിച്ച് കയറ്റിയതാ. അമ്മച്ചി ഇതാണ്ട് ഇത് നെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം. വാ പുള്ളിക്കാരി അൽബേനിയൻ ഫ്ലാഗ് തന്നെയാണ് ആ മാറ്റിൽ ചെയ്തോണ്ടിരിക്കുന്നത്. അൽബേനിയൻ ഫ്ലാഗ് ആണ് ഈ കാണുന്നത്. ഓ ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് അൽബേനിയൻ ഇത് വെച്ചിട്ടുള്ളത്. സോ 300 3 പൗണ്ട് 300 രൂപയാണെന്നാണ് ഇതിന് പറയുന്നത്. പുള്ളിക്കാരി നെയ്തുണ്ടാക്കിയതാണ്. സോ ഇറ്റ്സ് ഫെയർ ആസ് വെൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പച്ചിട്ട് ഭയങ്കര അത്ര സന്തോഷമൊന്നും ഇല്ല, കാര്യം നമ്മളൊന്നും മേടിക്കാൻ പറ്റിയില്ല. കാര്യം നമ്മൾ ക്യാഷ് ഇല്ല, കാർഡേ ഉള്ളൂ. ഇവര് കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ നമ്മൾ ഏത് കടയിൽ കയറിയാലും അവർ വിളിച്ചകത്ത് കയറ്റും. അൽബേനിയൻ മൃദംഗം. ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു ഗൈസ്, കാരണം എനിക്ക് പൊക്കം ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ നാടാണ് ഗൈസ്. അയ്യോ മുതലാളി വന്നു. അകത്ത് കയറാൻ പറയുന്നുണ്ട്. മുതലാളി വന്നു കഴിഞ്ഞാൽ ഇവിടെ സീനാണ്. ഇങ്ങനെ അകത്തേക്ക് വിളിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാതെ. എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് കുളത്തിലൊന്നും പറഞ്ഞ് ഇറങ്ങി വരും. ഇവിടെ കുറെ ടാർപ്പാള ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്. അൽബേനിയൻ തൊപ്പി, അൽബേനിയൻ. ഇത് മരം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഗൈസ്. നമുക്ക് മരത്തിന്റെ ആകൃതിയും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അത് കാണാൻ പറ്റും. But if you like to have a silver, more. No silver. Which one you like more? With flowers. Which one you want? ഇവർ ആക്ച്വലി നമ്മളെ കൊണ്ട് മേടിപ്പിക്കാൻ നോക്കുന്നത് സിൽവർ ആണ്. ബിക്കോസ് സിൽവറിന് ഇവിടെ അത്യാവശ്യം വിലയുണ്ട്. അത് കാരണം ആദ്യം തന്നെ ഇവർ കൊണ്ടുവന്ന് കാണിക്കുന്ന ഈ സിൽവർ മാലകളാണ്. ചാത്തനാണോ അല്ലയോന്നൊന്നും അറിയത്തില്ല. ഇവര് സൊവിനിയേഴ്സ് ഒക്കെ ചെറിയ പൈസക്കൊക്കെ കിട്ടും. എന്നാലും അവര് അതിലോട്ട് നമ്മളെ അധികം കാണിക്കത്തില്ല. ആദ്യം തന്നെ കൊണ്ടുവന്ന് സിൽവറിലേക്ക് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് സൊവിനിയർ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പം ഇവിടെ അന്ന് ഹുഡിയും ടീഷർട്ട്സും അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് അതിനേക്കാളും കുറച്ച് പൈസയാണ്. അപ്പൊ അതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എല്ലാ കടകളിലും മദർ തെരേസയുടെ ഫോട്ടോ ഉണ്ടാവും. ഇവരെല്ലാരും വിളിച്ച് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരേസ ആക്ച്വലി ഒരു അൽബേനിയക്കാരിയായിരുന്നു. പിന്നെ 18 വയസ്സ് വരെ മദർ തെരേസ ജീവിച്ചിരുന്നത് അൽബേനിയയിലായിരുന്നു. പിന്നെ അവിടുന്ന് മൂവ് ചെയ്തതായിരുന്നു ഇന്ത്യയിലേക്കും അയർലൻഡിൽ നിന്ന് പിന്നെ ഇന്ത്യയിലേക്കും. പ്രശ്നമാണ്, അവര് തിരിച്ചിറക്കി വിടത്തില്ല. അതാണ് സെയിം. നമ്മള് കാസിൽ കാണാൻ പോവാണ്. കാസിൽ എവിടാ? മുകളിലാണ്. നമ്മൾ ഓൾറെഡി നല്ല മലയുടെ മുകളിലാണ്. കാസിൽ കാണാൻ വേണ്ടിട്ട് പോവാണ്. സോ കാസിലും കാര്യങ്ങളൊക്കെ മുകളിലാണ് ഗൈസ്. സോ നമുക്ക് ഇനി അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാസിലും അതേപോലെ നല്ല സൺസെറ്റും എല്ലാമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഫ്രം us.